അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് റമദാൻ മാസം 16-ാമത്തെ ദിവസത്തിലാണ്. റമദാൻ മാസം 17 എന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ തങ്കലിപികളാൽ കുറിക്കപ്പെട്ട ബദർ യുദ്ധത്തിൻ്റെ ദിവസമാണ്. റമദാൻ 17 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം 4-ാം ഖലീഫ എന്ന് പറയുന്ന ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കെട്ടി കഴുത്തറുത്ത് കൊന്നുകളഞ്ഞ ദിവസമാണ് റമദാൻ 17. റമദാൻ 17 ബദരീങ്ങൾ യുദ്ധം ചെയ്തത് മക്ക കുഫാറുകളുമായിട്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സന്ദേശവുമായി മക്കയിൽ വന്നപ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് വിശ്വാസികളായ ആളുകളെ നിരവധി പേരെ കൊന്നുകളഞ്ഞു, നിരവധി പേരെ ക്രൂരമായി പീഡിപ്പിച്ചു. കഷ്ടപ്പാടിൻ്റെ അവസാനം ഇവരൊക്കെ കൂടി മദീനയിലേക്ക് പോയി. അവിടെയും അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ഘട്ടം വന്നപ്പോഴാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പ്രതിരോധത്തിന് അനുമതി നൽകിയത്. അതിൻ്റെ ഭാഗമായാണ് കുഫാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാനും സ്വഹാബാക്കളും 314 എന്നും 313 എന്നും പല എണ്ണവും പറയുന്നുണ്ട്. എന്തായാലും ആ ബദരീങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അസ്ഹാബുൽ ബദറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യുദ്ധം നടത്തിയ ബദറിൻ്റെ ദിവസം, അതാണ് ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഇതേ റമദാൻ മാസം 17 ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹു തങ്ങളെ ഒരു വിഭാഗം ആളുകൾ പിടിച്ചു കെട്ടി കഴുത്തറുത്ത് കൊന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം? ആരായിരുന്നു കൊന്നത്? മക്ക കുഫാറുകളാണോ? അല്ല. അബൂജഹലിൻ്റെ മക്കളാണോ? ഉത്തുബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും ബന്ധുക്കളാണോ? ഇവരൊന്നുമല്ല ചെയ്തത്. പിന്നെ ആരാ ചെയ്തത്? ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഈ ഖവാരിജുകൾക്കുള്ള പ്രത്യേകത, അവർ മറ്റുള്ള മുസ്ലിങ്ങളെ കാഫിറാക്കുന്നവരായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സലഫികളെന്നും വഹാബികളെന്നും മുജാഹിദുകളെന്നൊക്കെ പറയുന്നവരുടെ പൂർവികന്മാർ, അവരെപ്പറ്റി ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം ചെയ്തത് ഹും കിലാബു അഹ്ലിന്നാർ, അവർ നരകക്കാരുടെ നായ്ക്കൾ എന്നാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ഇവർ മറ്റുള്ള മുസ്ലിങ്ങളെ മുഴുവനും കാഫിറാക്കുക എന്നതായിരുന്നു അവരുടെ മുഖ്യ തൊഴിൽ. അതിൻ്റെ ഭാഗമായി തന്നെ അലി റളിയല്ലാഹു അൻഹു തങ്ങളും അദ്ദേഹത്തിൻ്റെ രക്തം അനുവദനീയമാണ്, അദ്ദേഹം കാഫിറാണ് എന്ന് ഖവാരിജികൾ പറഞ്ഞു കളഞ്ഞു. ഇതേ പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളാണ് ഇപ്പോഴുള്ള വഹാബികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുജാഹിദുകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ചോദിക്കും, ഇവിടെയുള്ള മുജാഹിദൊക്കെ എന്താ കുഴപ്പം? അവരത്യാവശ്യം നല്ല താടി വെച്ചിട്ടുണ്ട്, മീശ വടിച്ച് കളഞ്ഞിട്ടുണ്ട്, സുന്നത്തായ കാര്യമല്ലേ. അതുപോലെ തന്നെ തറാവി 8 നിസ്കരിക്കുന്നു, അല്ലെ തറാവി നിസ്കരിക്കുന്നില്ല, അല്ലെ സുബഹിക്ക് സുന്നികൾ കുനൂത്ത് ഓതുന്നു, അവർ കുനൂത്ത് ഓതുന്നില്ല, ഖുതുബ മലയാളത്തിൽ പറയുന്നു, മറ്റൊരു അറബിയിൽ പറയുന്നു. ഇതൊക്കെയാണ് ഈ വഹാബികളും സുന്നികളും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമ്മുടെ യുവതയിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്തേ, ഒരാൾക്ക് തറാവി ഇഷ്ടമുണ്ട് നിസ്കരിക്കാം, സഹാബത്ത് 20 നിസ്കരിച്ചതിന് തെളിവുകളുണ്ട് ഹദീസിൽ, ഇഷ്ടമുണ്ട് നിസ്കരിക്കാം. ഇനി ഒരാൾ തറാവി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അതിനെപ്പറ്റി നമുക്ക് വിമർശിക്കാൻ, നമുക്ക് ഒരു സുന്നത്ത് ഒഴിവാക്കി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഈമാനോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരാൾ തറാവി നിസ്കരിച്ചില്ല എങ്കിൽ അയാൾ സുന്നത്ത് ഒഴിവാക്കി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതുക എന്നത് അബ്ഗാദ് സുന്നത്തിൽപ്പെട്ടതാണ്. സുബഹിയിലും റമദാൻ മാസത്തിലെ 2ാമത്തെ പകുതിയിലെ വിത്തറിലും കുനൂത്ത് ഓതുക എന്നത്. ഇനി ഒരാൾ കുനൂത്ത് ഓതിയില്ല,
അയാളുടെ നിസ്കാരം ശരിയാവില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അബ്ഗാദ് സുന്നത്ത് പെട്ടതാണ്. കുനൂത്ത് മറന്നുപോയാൽ അയാൾ എന്ത് ചെയ്താൽ മതി? സഹവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഖുത്തുബയുടെ കാര്യത്തിൽ സുന്നി പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും അറബിയിലായിരിക്കണം എന്ന് നിർബന്ധം വെക്കുന്നു. ഇനി ഇപ്പോൾ കുറേ ആൾക്കാരങ്ങ് ഖുത്തുബ മലയാളത്തിൽ ഓതി അതിൻ്റെ കൂട്ടത്തിൽ ഫറദായ കാര്യം മാത്രം അറബിയിൽ പറഞ്ഞാൽ ആ ഖുത്തുബ ശരിയാവുമോ ഇല്ലെന്ന് സുന്നി പണ്ഡിതന്മാർ വരെ തർക്കിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പം അന്നേ പറ്റി ചിലർ ചോദിക്കും, സുന്നിയിലേക്ക് പോയി കഴിഞ്ഞാൽ AP ആകണോ EK ആകണോ? AP യോ EK എന്നതല്ല ഇവിടെ വിഷയം. സുന്നികൾ അതായത് പൂർവ്വ സൂരികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരെ, എന്തിന് ഇമാം ഗസാലി തങ്ങളടക്കമുള്ളവരെ അവർ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന രൂപത്തിലാണ് ഈ പറഞ്ഞ വഹാബിസം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഖവാരിജികൾ. അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ, അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മർക്കട മുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തിയ വിഭാഗമായിരുന്നു ഈ ഖവാരിജികൾ. അവർ ഈ മക്ക മുശ്രിക്കുകളുടെ കുടുംബക്കാരോ ബന്ധുക്കളൊന്നും ആയിരുന്നില്ല. അവർ പറഞ്ഞെന്താ? ഖുർആനിന് നേരിട്ട് അർത്ഥം വെച്ചു, എന്നിട്ട് ബാക്കിയുള്ള മുസ്ലിങ്ങളെ ഓരോരുത്തരെയും കാഫിറാക്കി. അതാണ് അവർ ചെയ്ത കുറ്റം. അടിസ്ഥാനപരമായി മറ്റൊരുത്തരെ കാഫിറാക്കുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരാളെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും അത് ചെയ്യുന്നതായിരുന്നു ഖവാരിജികളുടെ രീതി. അതേ മാതൃക തന്നെയാണ് ഇവിടെയുള്ള വഹാബികളും അല്ലെങ്കിൽ മുജാഹിദുകളും പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഇവർക്ക് തീർത്താൽ തീരാത്ത ശത്രുതയുണ്ട്. കാരണം തങ്ങളുടെ മുൻഗാമികളായ ഖവാരിജികളെ അവരെന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹു അടിച്ചമർത്തിയതിൻ്റെ പ്രതികാരമാണ് ഈ അലി റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന തങ്ങന്മാരോടും അഹ്ലു ബൈത്തിനോടും ഈ മുജാഹിദൊക്കെ ഉള്ളത് എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് അവർ വെറുക്കണം. ഒരാൾക്ക് അള്ളാഹിൻ്റെ ദീനും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ പ്രവാചകർ കാണിച്ചു തന്ന ചര്യയും ഉപയോഗിച്ച് ജീവിക്കുന്നതിന് നമ്മുടെ മുന്നിൽ വ്യക്തമായ തെളിവുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച കിതാബുകളുണ്ട്. അത് അടിസ്ഥാനമാക്കി ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിച്ചാൽ തന്നെ സുന്നിയാവും. അതിന് സമസ്തയെ ചേരണമെന്നോ AP ചേരണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ദക്ഷിണ കേരള ചേരണമെന്നോ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു വിഭാഗം പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. AP വിഭാഗത്തിന് ഒരു ഷഹാദത്ത് വേറെ, EK വിഭാഗത്തിന് വേറെ ഷഹാദത്ത് വേറെ, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. എല്ലാം പഠിപ്പിക്കുന്ന സുന്നി ആശയപ്രകാരമുള്ള എല്ലാ കിതാബിലും ഒന്ന് തന്നെയാണ്. അത് മഹാന്മാരായ പണ്ഡിതന്മാരെ എഴുതിയ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാറുള്ളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും സുന്നി വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ സുന്നികൾ തന്നെ ഉണ്ട്. അവർ മറ്റുള്ള സഭകളുണ്ട്, അവർ പറഞ്ഞോളും. എന്നാൽ ഈ മുജാഹിദുകൾ എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവർ സുന്നികളുടെ പേരിൽ തൊട്ടതിനും പിടിച്ചതിനും ആരോപിക്കുന്ന ഷീഈ വിശ്വാസം എന്നാണ്. ഈ ഷീഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഷീഈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ശേഷം വന്ന ഒരു വിഭാഗമാണ്. എന്തിൻ്റെ പേരിൽ? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ കൊന്നതിന് ശേഷം വന്നതാണ്. എന്തിൻ്റെ പേരിൽ അത് വന്നതെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള അമിതമായ, അത് നമുക്കറിയാലോ, ഏതൊരു ഭൂമിയിലുള്ള ഏതൊരു പ്രതിഭാസത്തിനും തുല്യവും അതുപോലെ തന്നെ അതിന് വിരുദ്ധവുമായ ഒരു പ്രതിഭാസം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ന്യൂട്ടൻ്റെ തിയറിയാണ്. എന്ന് പറഞ്ഞ പോലെ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ കടുത്ത വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിച്ചുകൊണ്ട് വഹാബിസവും സലഫിസവും കടന്നു വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാൻ വേണ്ടി വേറൊരു കൂട്ടർ കൂടി. അവരുടെ തീവ്രത കുറേ അങ്ങ് കൂടിപ്പോയി. അതാണ് ഷീഈസം എന്ന് പറയുന്നത്. അവർ പറഞ്ഞു എന്തായി? അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അഷ്ഹദു അന്ന അലിയും വലിയുള്ളാഹ് എന്ന് വരെ ബാങ്ക് ചേർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത് തെറ്റാണ്, അംഗീകരിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി കൊണ്ടുവന്നപ്പം ജിബ്രീലിനോട് മാറിപ്പോയി എന്നൊക്കെ ഷീഈ വിശ്വാസത്തിൽ പറയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ആയിരിക്കാം, ഉണ്ടെങ്കിൽ തെറ്റാണ്, അംഗീകരിക്കണം. പക്ഷേ ഇതിൻ്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് കടുത്ത ശത്രുത വെക്കുകയും തങ്ങളുടെ മുൻഗാമികളായ ഖവാരിജികളെ കൊന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരെ അർക്കട മുഷ്ടി ഉപയോഗിച്ച് മെരുക്കിയെടുത്തത് കൊണ്ട് അവരോടുള്ള അദ്ദേഹത്തോടുള്ള വൈരാഗ്യം ഈ സലഫി അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനക്കാരിൽ വളരെ വ്യക്തമായി പ്രകടമായി കാണുന്നു. അതേ രീതി തന്നെയാണ് ഈ ഖവാരിജികളെ ഞാൻ പറഞ്ഞല്ലോ. ഈ ഇപ്പോഴുള്ള മുജാഹിദിൻ്റെ മാതിരിക്ക് തന്നെ മീശ പഠിച്ചിട്ട് അതിവിപുലമായ രീതിയിൽ താടി വളർത്തുന്ന ഏറ്റവും മുസ്ലിം ഉമ്മത്തിൻ്റെ കാലഘട്ടത്തിൽ നബീൻ്റെ കാലത്തിന് ശേഷം നോക്കിയാൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ നീണ്ട താടി വെച്ച ആൾക്കാരായിരുന്നു ഈ ഖവാരിജികൾ. അവരുടെ പിൻഗാമികളായ ആളുകളാണ് ഈ വഹാബികൾ. ഇവരും
ഈ ഖവാരിജികൾ ഉന്നയിച്ച അതേ ആരോപണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത്? മറ്റുള്ള മുസ്ലിങ്ങളെ എല്ലാവരെയും, അതായത് സുന്നി പണ്ഡിതന്മാർ കാഫിരങ്ങൾ, ഔലിയാക്കന്മാർ കാഫിരങ്ങൾ, എന്ത് ഇമാം ഗസാലി കാഫിർ, ഇമാം ഷെർവാനി കാഫിർ, ഇമാം ഷാഫി കാഫിർ എന്ന് തുടങ്ങി എല്ലാവരെയും കാഫിറാക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ കഹ്ഫിലെ കുൽഹൽ ഉനബിയുക്കും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന വല്ല സയ്യും ബിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്യ എന്ന ആയത്ത് അവതരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ആയത്ത് വരുന്ന സമയത്ത് അത്തരമൊരു വിഭാഗം ലോകത്ത് ഉണ്ടായിരുന്നില്ല. അത് ഖുർആൻ്റെ മൂജിസത്തായി, അമാനുഷികതയായി, അത് ഖവാരിജിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയതാണെന്ന് പ്രമുഖരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് വന്നതാണ് ഈ ഖവാരിജിങ്ങൾ. അവരുടെ പിൻഗാമികളായ വഹാബികളാണ് ഇപ്പോൾ അസ്മാഉൽ ബദ്ർ നടത്തുന്നവരെയും അല്ലെങ്കിൽ ബദ്രീങ്ങളുടെ പേരിൽ മൗലൂദ് നടത്തുന്നവരെയും പണ്ഡിതന്മാരെയും എല്ലാവരെയും മുശ്രിക്കാക്കി കാഫിരിങ്ങളാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ റമദാൻ 17 എന്ന് ഈ ഖവാരിജ് വിരുദ്ധ ദിനം കൂടിയാണ്. ഇസ്ലാം ഷിർക്കിനെ എത്രത്തോളം വെറുത്തുകൊണ്ട് ബദർ യുദ്ധം നടത്തിയോ അതുപോലെ തന്നെ ഈ ഖവാരിജ് ആശയത്തിൽ അധിഷ്ഠിതമായ വഹാബിസത്തെയും കൂടി എതിർക്കേണ്ട ദിവസമാണ് റമദാൻ 17 എന്ന് ഓർമ്മിക്കണം നമ്മൾ എല്ലാവരും. ആവേശത്തോടെ ബദർ മൗലൂദിലേക്കും അതുപോലെ തന്നെ ബദർ അനുസ്മരണത്തിലേക്കും കടക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ബദർ ദിനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ആഹ്വാനം നൽകിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.